നമസ്കാരം. ഇപ്പോൾ നാം കാണുന്നത് പിണറായി വിജയൻ CPIM-നെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. ആ വെല്ലുവിളിയുടെ സ്വരമാണ് കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, KK രാഗേഷിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ശബ്ദം തന്നെയാണ്, ഒരു സംശയവുമില്ല കാര്യത്തിൽ. അത് കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ, പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിലായാലും തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലായാലും ഒക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് പച്ചവർഗീയത പറയാനായിട്ട് പിണറായി വിജയൻ്റെ നാവായിട്ട് വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെയാണോ പ്രവർത്തിച്ചത്, അതുപോലെയാണ് രാഷ്ട്രീയത്തിൽ തനിക്ക് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തിനോട് പറയാനായിട്ട്, ശക്തമായ ഭാഷയിൽ പറയാനായിട്ട് KK രാഗേഷിനെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം കണ്ണൂരിലെ ഇന്നലെ DYSP ഓഫീസിലേക്കുള്ള മാർച്ച് നടത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രകോപനപരമായ പ്രസംഗം, അത് പ്രത്യക്ഷത്തിൽ പറഞ്ഞിരിക്കുകയാണ്, കേന്ദ്ര കമ്മിറ്റിയോട് പറഞ്ഞിരിക്കുകയാണ്, പോളിറ്റ് ബ്യൂറോയോട് പറഞ്ഞിരിക്കുകയാണ്, കേരളത്തിൽ പാർട്ടിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല, തെറ്റ് പറ്റാത്തത് കൊണ്ട് തന്നെ തെറ്റ് തിരുത്താനും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പോളിറ്റ് ബ്യൂറോയും കഴിഞ്ഞ് കേന്ദ്ര കമ്മിറ്റി പാർട്ടിക്ക് പറ്റിയ തെറ്റുകൾ അക്കമിട്ട് 1, 2, 3, 4 എന്ന് വളഞ്ഞുമൊക്കെ ആണെങ്കിലും കൃത്യമായും രേഖപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയുടെ വെബ്സൈറ്റിലൂടെ പൊതുജനത്തിനെ, ലോകത്തെ മുഴുവൻ അറിയിക്കുകയും ചെയ്തു, തെറ്റുപറ്റി തിരുത്തണം. അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞു, സംസ്ഥാന നേതൃത്വം ഈ തെറ്റുകൾ, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും വേണം. കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞു, പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുപറ്റി. ആ തെറ്റു പറ്റിയിട്ടില്ല എന്നാണ് ഇപ്പോൾ KK രാഗേഷ് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത്. ഇത് ആ DYSP മാർച്ച് നടത്തിക്കൊണ്ട് UDF സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമൊന്നുമല്ല നടത്തിയത്, മറിച്ച് ഇത് പാർട്ടിയുടെ ഇന്നത്തെ സംഘടനാ സംവിധാനത്തിൻ്റെ അകത്ത് നിന്ന് ചില വിപ്ലവങ്ങൾ അല്ലെങ്കിൽ അകത്ത് നിന്ന് ചില ഇളക്കങ്ങൾ ഉണ്ടാക്കുന്നവർക്ക്, അതായത് MA ബേബിയുടെ നേതൃത്വത്തിലുള്ള, അതേപോലെ തന്നെ MA ബേബിക്കാണെങ്കിൽ പോലും നേരിട്ട് പിണറായി വിജയനെ ഏറ്റുമുട്ടാനുള്ള ധൈര്യമില്ല. അതും വളഞ്ഞും പുളഞ്ഞും തിരിഞ്ഞുമൊക്കെയാണ് പലപ്പോഴും MA ബേബിയും കാര്യങ്ങൾ സംസാരിക്കുന്നത്. അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് MA ബേബിക്കോ അതല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിക്കോ പോളിറ്റ് ബ്യൂറോയ്ക്കോ ഒക്കെ ഇടപെട്ടുകൂടായിരുന്നു. കാരണം പിണറായി വിജയനും ഗോവിന്ദൻ മാസ്റ്ററും CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും പിണറായി CPI പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ്. വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അപ്പോൾ ഏകദേശം പോളിറ്റ് ബ്യൂറോയുടെ ഒരു അവൈലബിൾ പോളിറ്റ് ബ്യൂറോ കൂടാവുന്ന അംഗങ്ങൾ തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിലുള്ളത്. അപ്പോൾ ഇവിടെ KK രാജേഷ് പറഞ്ഞിരിക്കുന്നു, V കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ നടത്തുന്നത്, അദ്ദേഹം നടത്തുന്ന ആരോപണങ്ങൾ, പാർട്ടിയിൽ നിന്ന് എത്ര പേര് പുറത്തു പോയിരിക്കുന്നു, പക്ഷേ പാർട്ടിയുടെ രേഖകൾ സംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ആരും ഇതേപോലെ പാർട്ടിയെ ആക്ഷേപിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കും. അതായത് KK രാഗേഷ് തന്നെ സമ്മതിക്കുകയാണ്, എന്ത് V കുഞ്ഞികൃഷ്ണൻ സമൂഹ മധ്യത്തിൽ വിളിച്ചു പറയുന്നതും അവതരിപ്പിക്കുന്ന രേഖകളുമൊക്കെ ശരിയായ രേഖകളാണ് എന്ന്. അതായത് TI മധുസൂദനെതിരെ അദ്ദേഹം V കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ഫണ്ട് ആരോപണങ്ങൾ, ഫണ്ട് തിരിമറികൾ, ഇതെല്ലാം ശരിയാണ് എന്ന് KK രാഗേഷ് സമ്മതിക്കുന്നു. ആ TI മധുസൂദനൻ ശരിയാണെന്നും V കുഞ്ഞികൃഷ്ണൻ തെറ്റാണെന്നും V കുഞ്ഞികൃഷ്ണൻ കള്ളനാണെന്നുമാണ് CPIM-ന്റെ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള M സ്വരാജ് നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇപ്പോൾ V കുഞ്ഞികൃഷ്ണൻ പറയുന്നത് ശരിയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ V കുഞ്ഞികൃഷ്ണൻ പറയുന്നു, V കുഞ്ഞികൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ TI മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കുന്നതിന്, അതല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച്, TI മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആലോചിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ആ തീരുമാനത്തിലേക്ക് പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ മാറ്റുകയാണെങ്കിൽ, മധുസൂദന് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയാണെങ്കിൽ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം ജനങ്ങൾ പറഞ്ഞു V കുഞ്ഞികൃഷ്ണനാണ് ശരി,
ടി എ മധുസൂദനനാണ് തെറ്റ്. അതല്ലെങ്കിൽ ടി എ മധുസൂദനൻ ഫണ്ട് തിരിമറി നടത്തിയതായി പയ്യന്നൂരിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ തെറ്റാണ് കേന്ദ്ര കമ്മിറ്റി തിരിച്ചറിഞ്ഞത്. പക്ഷേ കെ രാഗേഷ് പറയുന്നു ഒരു തെറ്റും പറ്റിയിട്ടില്ല. ഇവിടെ കെ രാഗേഷ് സമർത്ഥിക്കുന്നത് പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റു പറ്റിയിട്ടില്ല, ഇത് വിശകലനം ചെയ്ത് തെറ്റുപറ്റിയെന്ന് കണ്ടെത്തിയത് പോളിറ്റ് ബ്യൂറോയ്ക്കും കേന്ദ്ര കമ്മിറ്റിക്കുമാണ് തെറ്റുപറ്റിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തിരുത്തേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല. എന്ന് വെച്ചാൽ കേന്ദ്ര കമ്മിറ്റി ഉദ്ദേശിക്കുന്ന തെറ്റ് തിരുത്തൽ CPM-ൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഉറച്ച പ്രഖ്യാപനമാണ് ഇപ്പോൾ കെ രാഗേഷിലൂടെ പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. അവിടെ വീണ്ടും ഒട്ടേറെ വിഷയങ്ങൾ പൊന്തി വരുന്നുണ്ട്. ആ കേന്ദ്ര കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന ഓരോരോ വിഷയങ്ങളും അക്കമിട്ട് ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ ന്യായീകരിച്ച ആ നിലയിൽ തന്നെയാണ് ഇപ്പോഴും വന്ന് നിൽക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി പറയുന്നു വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ പ്രസ്താവനകളെ പ്രതിരോധിക്കുന്നതിൽ ശക്തി പോരായിരുന്നു. ഷംസീറിന്റെ ഭാഷയിൽ, അദ്ദേഹം തലശ്ശേരിയിൽ പ്രസംഗിച്ച ഭാഷയിൽ പറയുകയാണെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്നതിൽ ഊക്ക് പോരായിരുന്നുവെന്ന്. എന്തുകൊണ്ട് ഊക്ക് വന്നില്ല? അത് അബദ്ധത്തിൽ വരാതിരുന്ന ഊക്കല്ല, ബോധപൂർവം വരുത്തിയ ഊക്കാണ്. പക്ഷേ ആ തെറ്റും ഇവിടെ സമ്മതിക്കുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് CPM-ന് ഇപ്പം നിലവിലുള്ള അവസ്ഥയിൽ ഈ പാർട്ടിയിൽ യാതൊരു തെറ്റും സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തെറ്റിരുത്തലിൻ്റെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ് പിണറായി വിജയൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അത് കെ രാഗേഷിലൂടെ. അതിൽ രാഗേഷിൻ്റെ ഓരോ പ്രസ്താവനകളും അത് വ്യക്തമാക്കുന്നതുമാണ്. മറിച്ച് ഈ പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ ഈ തെറ്റിരുത്തലിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും രീതിയിൽ നേതൃത്വത്തെ മാറ്റിക്കളയാം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ധാരണ, അല്ലെങ്കിൽ അത്തരം ഒരു ധാരണ വെച്ച് പുലർത്തുന്നത് അസ്ഥാനത്താണെന്നുകൂടി പരോക്ഷമായി ഈ കെ രാഗേഷ് പറയുകയാണ്. കാരണം ഈ സെപ്റ്റംബറിൽ കോഴിക്കോട് വെച്ച് വിശാല സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ട്. ആ സംസ്ഥാന സമ്മേളനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ കെ രാഗേഷിലൂടെ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞ 25 വർഷമായിട്ട്, 4 നൂറ്റാണ്ടായിട്ട് പിണറായി വിജയൻ്റെ പിടിയിൽ മാത്രം നിൽക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ്. ആ സംവിധാനം ഇപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും ഈ സംഘടനയുടെ പല ഘടകങ്ങളിലും ഉള്ളവർ ഈ പിണറായി വിജയൻ്റെയും, അതല്ല പിണറായി വിജയൻ്റെ എന്ന് മാത്രമല്ല, പിണറായി വിജയൻ്റെ തന്നെ പിടിയിലാണ് എന്നുള്ളത് ഒന്നും കൂടി കേന്ദ്ര നേതൃത്വത്തെയും അതേപോലെ തന്നെ സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ ആരെങ്കിലും തനിക്കെതിരെ നീങ്ങുന്നുണ്ട് എങ്കിൽ ആ നീക്കം മാറ്റൂ എന്നുള്ളതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് ഇപ്പോൾ പിണറായി വിജയൻ കെ രാഗേഷിലൂടെ നടത്തിയിരിക്കുന്നത്.